ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് 40 ഓർഡറിൽ അപ് ടു ഐസോമോർഫിസം എത്ര അബിലിയൻ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ദ നമ്പർ ഓഫ് നോൺ അബിലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 40 ഈസ്. ഒരു നമ്പർ n ആണെന്ന് കരുതാം. ഏതൊരു നമ്പറും തന്ന, അതായത് ഇവിടെ n 40 പകരം നമുക്ക് ജനറൽ ആയിട്ട് ഒരു n എന്നുള്ള നമ്പർ തരികയാണെങ്കിൽ ദ നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബിലിയൻ ഗ്രൂപ്പ്സ്, ഇത് ജനറൽ ആയിട്ട് നമുക്കൊരു ഫോർമുല വെച്ചിട്ട് പറയാം. ഏത് n തന്നാലും ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിതമെറ്റിക്സ് നമുക്ക് n നെ പാർട്ടീഷൻ ചെയ്യാം. n നെ പ്രൈംസിന്റെ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ p1 പവർ n1, p2 പവർ n2 എക്സെട്ര pk പവർ nk. p1 p2 എക്സെട്ര pk ആർ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ്. അപ്പോൾ ഏതൊരു നമ്പർ തന്നാലും നമുക്ക് ഈ ഒരു രൂപത്തിൽ എഴുതാം. ദെൻ ദ നമ്പർ ഓഫ് abelian groups up to isomorphism is p of n1 into p of n2 into p of n3 etc. p of nk, where p of ni is the number of partitions of ni. അതായത് ജനറൽ റിസൾട്ട് ആണ് പറയുന്നത്. ഏതൊരു n എന്നുള്ള നമ്പർ തന്നാലും അതിനെ നമുക്ക് p1 പവർ n1, p2 പവർ n2 എക്സെട്ര pk പവർ nk എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് അബിലിയൻ ഗ്രൂപ്പ്സ് കാണാൻ, അപ് ടു ഐസോമോർഫിസം കാണാൻ p ഓഫ് n1, p1ന്റെ പവറിൽ വരുന്ന നമ്പറിന്റെ പാർട്ടീഷൻ ഇൻറ്റു p2ന്റെ പവറിൽ വരുന്ന നമ്പറിന്റെ പാർട്ടീഷൻ എക്സെട്ര pkയുടെ പവറിൽ വരുന്ന നമ്പറിന്റെ പാർട്ടീഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ നമ്പറിന്റെയും പാർട്ടീഷൻസ് ആണ് അറിയേണ്ടത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള നമ്പർ 40 ആണ്. ഹിയർ വി ഹാവ് 40. 40നെ നമുക്ക് 4 into 10 എന്ന് എഴുതാം. 4നെ 2 സ്ക്വയർ എഴുതാം. 10നെ 2 into 5 എഴുതാം. അപ്പോൾ ടോട്ടലി പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് 2 ക്യൂബ് into 5 എന്നുള്ള രൂപത്തിൽ പ്രൈംസിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. 2 ക്യൂബ് 8 5 40 വരും. സോ p1 പവർ n1 into p2 പവർ n2, 5ന്റെ പവറിൽ 1 വരുന്നത്. സോ നമ്പർ ഓഫ് abelian ഗ്രൂപ്പ്സ് ഈക്വൽ ടു p ഓഫ് 3 into p ഓഫ് 1. 2ന്റെ പവറിൽ 3 ആണ്. 3ന്റെ പാർട്ടീഷൻ ഇൻറ്റു 1ന്റെ പാർട്ടീഷൻ. 3യുടെ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ 3നെ എത്ര രൂപത്തിൽ പാർട്ടീഷൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. 3നെ നമുക്ക് 3 എന്ന് എഴുതാം, 2 പ്ലസ് 1 എന്ന് എഴുതാം, 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതാം. ഈ ഒരു 3 രൂപത്തിലേ പറ്റുള്ളൂ. 2നെ ആണെങ്കിൽ നമുക്ക് 2 എന്ന് എഴുതാം, 1 പ്ലസ് 1 എന്ന് എഴുതാം. 2 ഞാൻ വെറുതെ വേറൊരു നമ്പർ ആക്കിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സോ 3നെ നമുക്ക് 3, 2 പ്ലസ് 1, 1 പ്ലസ് 1 പ്ലസ് 1 എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. Therefore p of 3 is എത്ര ഉണ്ട്? 3 എണ്ണം. പാർട്ടീഷൻ നമ്പർ ഓഫ് പാർട്ടീഷൻസ് ആണ് p of 3 എന്ന് പറഞ്ഞാൽ. 3യുടെ പാർട്ടീഷൻ 3 വരും. 1നെ നമുക്ക് 1 എന്ന് തന്നെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ പാർട്ടീഷൻ ഒന്നും പറ്റില്ല. സോ 3 into 1 equal to 3 and option C is true. ക്വസ്റ്റ്യൻ പറയുന്നത് which of the following groups is isomorphic to Z10 cross Z12? Z10 cross Z12നോട് ഐസോമോർഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ഗിവൺ ഗ്രൂപ്പുകളിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റിസൾട്ട് ആണ് Zm cross Zn is cyclic and isomorphic to Zmn if and only if GCD of m and n is 1. m ഉം n ഉം തമ്മിലുള്ള GCD 1 ആണെങ്കിൽ
Zm cross Zn എന്നുള്ളത് സൈക്ലിക് ആയിരിക്കും. സൈക്ലിക് ആണെങ്കിൽ Zmn നോട് ഐസോമോർഫിക് ആണ്. mn ഓർഡറുള്ള സൈക്ലിക് ഗ്രൂപ്പ് Zmn ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ Z2 ക്രോസ് Z5 എന്നുള്ള ഗ്രൂപ്പ് എടുത്താൽ 2ഉം 5ഉം തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. അവർ തമ്മിലുള്ള GCD 1 ആണ്. സോ ദിസ് ഗ്രൂപ്പ് വിൽ ബി ഐസോമോർഫിക് ടു Z10. ഈ ഒരു റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് Z10 ക്രോസ് Z12 ആണ്. ഓക്കെ, Z10 ക്രോസ് Z12. 10ഉം 12ഉം തമ്മിലുള്ള GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിട്ട് ഇപ്പോൾ ഇതിൽ രണ്ടിലും 2 വരും. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 1. 1 അല്ല. അതുകൊണ്ട് ഇവര് Z120 എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല എന്ന് പറയാം. അതായത് Zn is not isomorphic to Z10 into 12, that is Z120. ഇനി നമുക്ക് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ Z2 ക്രോസ് Z60, സെക്കൻഡ് ഓപ്ഷൻ Z3 ക്രോസ് Z40, തേർഡ് ഓപ്ഷൻ Z5 ക്രോസ് Z24, Z5 cross Z24 and last option Z120. 120 ഓർഡറിലുള്ള 4 ഗ്രൂപ്പുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിലെ ലാസ്റ്റ് ഓപ്ഷൻ Z120 ഓർഡറിലുള്ള ക്ലിക്കാണ്. അതിന് തൊട്ട് മുന്നത്തുള്ള ഓപ്ഷൻ ആയിട്ടുള്ള Z5 ക്രോസ് 24 എടുക്കുന്ന സമയത്ത് 5ഉം 24ഉം തമ്മിൽ GCD 1 ആണ്, റിലേറ്റീവ്ലി ആണ്. അപ്പൊ ഈ ഗ്രൂപ്പ് ആരോട് ഐസോമോർഫിക് ആയിരിക്കും? Z120നോട് ഐസോമോർഫിക് ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് വൺ Z3 ക്രോസ് Z40. 3ഉം 40ഉം തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. 3ഉം 40ഉം തമ്മിലുള്ള GCD 3 ഓഡ് നമ്പർ ആണ്, 40 ഈവൻ നമ്പർ ആണ്, GCD 1 ആയിട്ട് മാറും. സോ Z3 ക്രോസ് Z40 ഈസ് ഓൾസോ ഐസോമോർഫിക് ടു Z120. നൗ 2ഉം 60ഉം തമ്മിലുള്ള GCD എന്തല്ല? 1 അല്ല, 2 ആണ്. Equal to 2, not equal to 1. So this is not isomorphic to Z120. അപ്പൊ തന്നിട്ടുള്ള 3 ഓപ്ഷൻ ഫസ്റ്റത്തതല്ലാത്ത ബാക്കി 3 ഓപ്ഷനും ആരോട് ഐസോമോർഫിക് ആണ്? Z120നോട് ഐസോമോർഫിക് ആണ്. അതിനോട് ഐസോമോർഫിക് അല്ലാത്തത് ഫസ്റ്റത്തത് മാത്രമേ ഉള്ളൂ. ആവാനാണ് ചാൻസ്. ഫസ്റ്റത്തതാണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ളതിനോട് ഐസോമോർഫിക് ആയിട്ട് വരിക എന്നുള്ളത് അതിമെന്ന് പറയാം. ഇനി അത് രണ്ടും കൂടി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് Z10 ക്രോസ് Z12 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഗ്രൂപ്പ്. ഫസ്റ്റത്തതാണ് ഇതിനോടൊന്നും ഐസോമോർഫിക്, Z120നോടൊന്നും ഐസോമോർഫിക് അല്ലാത്ത അല്ലെങ്കിൽ സൈക്ലിക് അല്ലാത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് എഴുതാം. Z2 ക്രോസ് Z60. ഇതിൽ നമുക്ക് Z2 ക്രോസ് Z16നെ which is equal to Z2 ക്രോസ് 16നെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് Z5 ക്രോസ് Z12 എഴുതി. 12 5 60 വരും. സോ Z60 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് Z5 ക്രോസ് Z12 എന്ന് എഴുതി. ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം എഴുതാൻ പറ്റും. 5ഉം 12ഉം തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. 5 and 12 are relatively prime. So Zm cross Zn is isomorphic to Zmn. ഈ രണ്ടാമത്തെയും മൂന്നാമത്തേയും ഫാക്ടേഴ്സ് എടുത്താൽ നമുക്ക് Z16നോട് കിട്ടും. സോ ആയിട്ട് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഈസ് ഐസോമോർഫിക് ടു Z20 ക്രോസ് Z25 ആണ്. അതായത് 20 ക്രോസ് 25 വരുമ്പോൾ 500 ഓർഡറിൽ വരുന്ന 4 ഗ്രൂപ്പ്സുകളാണ് തന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ ഒന്ന് ഇങ്ങോട്ട് എഴുതാം. Z20 ക്രോസ് Z25. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് Z500 ആണ്. Z500. ഇവിടെ 20ഉം 25ഉം തമ്മിലുള്ള GCD വരുന്നത് 5 ആണ്. So this group is not isomorphic to Z500.
500നോട് ഐസോമോർഫിക് അല്ല എന്ന് പറയാം, കാരണം GCD 5 ആയതുകൊണ്ട്, GCD 1 അല്ലാത്തതുകൊണ്ട്. ഇനി ബാക്കി ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ Z10 ക്രോസ് Z50 ആണ്. Z10 ക്രോസ് Z50. ഓക്കെ. ആൻഡ് തേർഡ് ഓപ്ഷൻ Z5 ക്രോസ് Z100. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ Z4 ക്രോസ് Z125. അതിൽ നാലാമത്തെ ഓപ്ഷൻ നോക്കിയാൽ കാണാം Z4 ക്രോസ് Z125. 4 ഓഡാണ്, സോറി 4 ഈവൻ ആണ്, 125 ഓഡാണ്. സോ 4ഉം 125ഉം തമ്മിലുള്ള GCD 1 ആണ്. Therefore, this group is isomorphic to Z500. And this is cyclic which is isomorphic to Z500. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ഒന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷൻസ് ആരോട് ഐസോമോർഫിക് ആണ്? Z500നോട് ഐസോമോർഫിക് ആണ്. പക്ഷേ നമ്മൾ ഒബ്സർവ് ചെയ്തു, ഗിവൺ ആയിട്ടുള്ള ഗ്രൂപ്പ് Z500നോട് ഐസോമോർഫിക് അല്ല, കാരണം നമുക്ക് GCD 1 അല്ല വരുന്നത്. അപ്പോൾ 1ഉം 4ഉം അല്ലാന്ന് ഉറപ്പായി. ഇനി 2, 3 ഇതിൽ ഏതാ വരിക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൽ മൂന്നാമത്തെ ഗ്രൂപ്പിനെ നമുക്ക് Z5 ക്രോസ് Z100നെ which is isomorphic to Z5 cross 100 എന്ന് നമുക്ക് 4 into 25 എന്നുള്ള രൂപത്തിൽ എഴുതാം. 100നെ 4 into 25 സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ 4ഉം 25ഉം തമ്മിലും പെയർ ചെയ്യാം, 5ഉം 4ഉം തമ്മിലും പെയർ ചെയ്യാം. കാരണം ഇവിടെ എല്ലാവരും തമ്മിൽ, എല്ലാവരും അല്ല, 4 5-നും റിലേറ്റീവ്ലി പ്രൈം ആണ്, 4 25-നും റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ 4 25ലേക്ക് പെയർ ചെയ്യുന്നതിന് പകരം നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ നമുക്ക് 4 ആരിലേക്ക് പെയർ ചെയ്യാം? 5ലേക്ക് പെയർ ചെയ്യാം. 5ലേക്ക് പെയർ ചെയ്യുന്ന സമയത്ത് ഇതാരായിട്ട് മാറും? Z20 ക്രോസ് Z25. This is our given group. So Z5 cross Z100 is isomorphic to Z2 cross Z25. പക്ഷെ ഈ ഒരു മെക്കാനിസം നമുക്ക് എവിടെ നടത്താൻ പറ്റൂല? രണ്ടാമത്തെ ഓപ്ഷനിൽ നടത്താൻ പറ്റില്ല. ഇതോടുകൂടി ഇപ്പൊ തന്നെ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഒരു ആൻസർ ശരിയാന്നുള്ളത് ഒബ്സർവ് ചെയ്തു. പക്ഷെ രണ്ടാമത്തതിൽ നമ്മൾ ഈ ഒരു മെക്കാനിസം നടത്തുന്ന സമയത്ത് Z10 ക്രോസ് Z50 ആണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ 20 ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് ഇതിന്ന് 2 അസോസിയേറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷേ Z2 അസോസിയേറ്റ് ചെയ്യുമ്പോൾ Z2 ക്രോസ് Z25 വരിക. ഈ 2നെ ഇങ്ങോട്ട് പെയർ ചെയ്യാൻ പറ്റൂല, കാരണം ഇവര് തമ്മിൽ എന്തല്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് GB a non abelian group, then its order can be. ഗിവൺ ഗ്രൂപ്പ് നോൺ അബിലിയൻ ആണെങ്കിൽ, അതായത് ഒരു ഗിവൺ ഓർഡർ 4 ഓർഡറിൽ ഡിഫറെന്റ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ നോൺ അബിലിയൻ ഗ്രൂപ്പ് ഏത് നമ്പറിലാണ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് വളരെ പ്രധാനപ്പെട്ടിട്ട് ഉള്ള റിസൾട്ടുകളാണ്. ഒന്ന്, എവരി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബിലിയൻ. എല്ലാ സൈക്ലിക് ഗ്രൂപ്പുകളും അബിലിയൻ ആണ്. രണ്ടാമത്തെ റിസൾട്ട്, ഇഫ് the group is order P, ഗ്രൂപ്പിന്റെ ഓർഡർ P ആണ്, where P is a prime, then G is cyclic. അപ്പൊ ഗ്രൂപ്പിന്റെ ഓർഡർ പ്രൈം ആണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് സൈക്ലിക് ആയിരിക്കും. സൈക്ലിക് ആണെങ്കിൽ എന്തായിട്ട് മാറിക്കോളും? അബിലിയൻ ആയിട്ട് മാറിക്കോളും. മൂന്നാമത്തെ റിസൾട്ട്, ഇഫ് ഓർഡർ ഓഫ് G is equal to P square, ഇതാണ് പ്രൈം ഓർഡറും പ്രൈം സ്ക്വയർ ഓർഡറും പറയുന്നത്. where P is a prime, this will implies G is abelian. ഗ്രൂപ്പ് എന്തായിട്ട് മാറും? അബിലിയൻ ആയിട്ട് മാറും. ആൻഡ് ഫോർത്ത് റിസൾട്ട്, ഇഫ് ഓർഡർ ഓഫ് G is equal to PQ, where P less than Q and P does not divide Q minus 1, where P, Q are primes. P യും Q യും primes ആണെങ്കിൽ implies G is സൈക്ലിക്. ഗ്രൂപ്പ് എന്തായിട്ട് മാറും? സൈക്ലിക് ആയിട്ട് മാറും. അപ്പൊ ഇത്രയും റിസൾട്ടുകളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അതായത് പ്രൈം ഓർഡറിലും പ്രൈം സ്ക്വയർ ഓർഡറിലും വരുന്ന ഗ്രൂപ്പുകൾ സൈക്ലിക്കും അബിലിയനും ആയിരിക്കും എന്നുള്ള റിസൾട്ടും, സൈക്ലിക് ആണെങ്കിൽ എല്ലാ ഗ്രൂപ്പും, ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിട്ട് മാറും? അബിലിയൻ ആയിരിക്കും എന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള റിസൾട്ടുമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ ഗിവൺ ആയിട്ടുള്ള ഓരോ നമ്പേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത്
Z25 ആണ്. Z25. So 25 is 5 into 5 or 5 square, which is P square. രണ്ടാമത്തെ റിസൾട്ട് നോക്കാം. ഗ്രൂപ്പിന്റെ ഓർഡർ P square ആണ്. So by result number 2, sorry, Z25 അല്ല 25, Z25 എന്ന് എഴുതിയാൽ സൈക്ലിക് ആയിട്ട് മാറി. By result number 2, the given group is of abelian. 25 ഓർഡറിൽ ഏത് ഗ്രൂപ്പ് എടുത്താലും അയാൾ എന്തായാലും എന്തായിട്ട് മാറും? അബിലിയൻ ആയിട്ട് മാറും. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് false. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. നോ സെക്കൻഡ് ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നത് 55 ആണ്. ബി 55. 55നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുകയാണെങ്കിൽ 5 into 11 എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ ഓപ്ഷൻ, ഒറ്റ സെക്കൻഡ്, Z125. ഇവിടെ 5 into 11 നോക്കുന്ന സമയത്ത് P into Q ആണ്. P does not divides Q minus 1. ഈ ഒരു കണ്ടീഷൻ തെറ്റുന്നുണ്ട്, ഡിവൈഡ്സ് എന്നാണ് വരുന്നത്. ഇതിന്റെ റിസൾട്ട് നോൺ അബിലിയൻ ഗ്രൂപ്പ് ആവാം. അതായത് 5 divides 11 minus 1 ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് അബിലിയനും ഒരു ഗ്രൂപ്പ് നോൺ അബിലിയനും ആവാം. ഇതിലും നോൺ അബിലിയൻ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യും. അതേപോലെ 125 എന്ന് പറഞ്ഞാൽ P ക്യൂബ് ആണ് വരിക. 5ന്റെ ക്യൂബ് അല്ലേ വരിക, 5 ക്യൂബ് വരും. 5 ക്യൂബ് വരുന്ന സമയത്ത് P of 3 രണ്ട് അബിലിയനും പ്ലസ് നോൺ അബിലിയൻ ഗ്രൂപ്പും എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ രണ്ട് ഓപ്ഷൻ ശരിയായിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് 35നെ നമുക്ക് 35 ഈക്വൽ ടു 35 എന്ന് 5 പോന്നാൽ 7 5 5 into 7 എഴുതാം. 5 does not divides 7 minus 1. 7 minus 1 ആണ് വരിക. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനും ഒന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനും തെറ്റാണ്. രണ്ടിലും എക്സിസ്റ്റ് ചെയ്യാം, സിയിലും എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ള റിസൾട്ട് ആണ്, ആൻസർ ആണ് ഇവിടെ വരിക. ഇത് ക്വസ്റ്റ്യന്റെ തെറ്റല്ല, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് എക്സാമിന് ചോദിച്ചതല്ല, ഇത് നെറ്റ് എക്സാമിനോ ജാമിനേറ്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നമുക്ക് വരുന്ന ഏരിയയിൽ നിന്ന് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തുള്ളൂ. അപ്പൊ ഇവിടെ 1ഉം 4ഉം തെറ്റാണ്, സിയും ബിയും ശരിയായിട്ട് വരും. പ്രീവിയസ് സെറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അല്ല ഇത്. നെറ്റ് എക്സാമിനോ ജാം എക്സാമിനോ ഏതാന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നെറ്റിനോ ജാമിനോറ്റോ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ പറഞ്ഞ റിസൾട്ടുകളിൽ ഒരു അഡീഷണൽ റിസൾട്ട് വരുന്നുണ്ട്. അതായത് P ലെസ് ദാൻ Q, P ഡിവൈഡ്സ് Q മൈനസ് 1 ആണെങ്കിൽ ഒരു എബിലിയൻ ഗ്രൂപ്പും ഒരു നോൺ എബിലിയൻ ഗ്രൂപ്പും ഉണ്ടാവും. അപ്പൊ ആ ഒരു റിസൾട്ട് ആണ് അഡീഷണലി വരുന്നത്. പിന്നെ ഗ്രൂപ്പിന്റെ ഓർഡർ P ക്യൂബ് ആണെങ്കിൽ 2 നോൺ എബിലിയനും ടോട്ടലി P of 3 നമ്മൾ നേരത്തെ പറഞ്ഞത് 3 എബിലിയനും 2 നോൺ എബിലിയനും വരും. അപ്പൊ ആ രണ്ട് റിസൾട്ടുകളും കൂടി അഡീഷണലി പറഞ്ഞാലേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ കുറച്ച് റിസൾട്ടുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് വരുന്നത് ബിയും സിയും ഇതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരും. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 1 2 എന്നുള്ള എലമെന്റ് Z6 ക്രോസ് Z8ലുള്ള എലമെന്റ് ആണ്. ഇതിലുള്ള ഒരു എലമെന്റ് ആണ് 1 2. 1 2ന്റെ ഓർഡർ എന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം റിസൾട്ട്. ഇഫ്
G1 comma G2 belongs to Zm cross Zn, then order of G1 G2 is equal to LCM of order of G1 in Zm and order of G2. Zm ആക്കണ്ട നമുക്ക് general element ആയിട്ട് G cross H എന്ന് കൊടുക്കാം. G cross H, order of G1 in G and order of G2 in H. So here we have given 1, 2 belongs to Z6 cross Z8. Therefore, order of 1, 2 is equal to LCM of order of 1 in Z6 and order of 2 in Z8, which is equal to LCM of 1 6ന്റെ ഒരു ജനറേറ്റർ ആണ്. 6ന്റെ ജനറേറ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഓർഡർ എന്തായിരിക്കും? 6 വരും. 2ന്റെ ഓർഡർ 2 4 തവണ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. Z8 അണ്ടർ അഡീഷൻ മോഡലോ 8 ആണ് ഗ്രൂപ്പ് വരുന്നത്. സോ 2 4 തവണ ആഡ് ചെയ്യാം. 2 4 തവണ ആഡ് ചെയ്യുമ്പോൾ 8 വരും. സോ 2ന്റെ ഓർഡർ 4 വരും. ആൻഡ് LCM ഓഫ് 6, 4 ഈസ് 12. GCD 2 ആണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 24. GCD LCM മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണ്. അങ്ങനെയൊക്കെ പറയാം 12. സോ ഓർഡർ ഓഫ് 1, 2 ഈസ് 12. Option C is true.